യെശയ്യാവ് 14:3-4-5 യഹോവ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിന്റെ കഠിനദാസ്യവും നീക്കി നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതെയായി? യഹോവ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒടിച്ചുകളഞ്ഞു എന്ന ഈ പാട്ട് നീ പാടും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കഷ്ടതയാലും കഠിനദാസ്യത്താലും വ്യസനിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഈ അവസ്ഥയ്ക്കു മാറ്റം വരുത്തി നിങ്ങൾക്ക് വിശ്രാമം നൽകി നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ നാം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ യഹോവ സർവശക്തനാകുന്നു. അതുകൊണ്ടല്ലേ പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതെയായി എന്നും ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും യഹോവ ഒടിച്ചുകളഞ്ഞു എന്നുമുള്ള പാട്ട് നീ പാടും എന്ന് പറഞ്ഞിരിക്കുന്നത്. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എത്ര കാഠിന്യമേറിയതാണെങ്കിലും ഒട്ടും നിങ്ങൾ നിരാശപ്പെടാതെ ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഇയ്യോബ് 42:1-2 യഹോവേ, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എന്ന് ഇയ്യോബ് തന്റെ കഷ്ടതയിൽ യഹോവയോട് പറഞ്ഞതുപോലെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്കും ഇപ്രകാരം ധൈര്യത്തോടെ പറയുവാൻ സാധിക്കണം. സങ്കീർത്തനം 9:9 യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ എന്നല്ലേ എഴുതിയിരിക്കുന്നത്? നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ യഹോവ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു, യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് സങ്കീർത്തനം 6:8-9 പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങൾക്കും പറയുവാൻ സാധിക്കും. മനുഷ്യരാൽ അസാധ്യമായത് നമ്മുടെ ദൈവത്താൽ സാധ്യമാകുന്നു. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.